അപ്പം നമ്മളിപ്പോൾ മിൽക്കിൻ്റെ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിനകത്ത് മുറിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ജെല്ലിൽ ഒരു മഞ്ഞ കളറ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു മഞ്ഞ കളർ ഒരു ജെല്ല് വരും. അത് നമുക്ക് മിക്കവാറും ആൾക്കാരുടെ സ്കിന്നിനൊരു അലർജി ആവും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കളഞ്ഞ് നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ ഈ ജെല്ല് കംപ്ലീറ്റ് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. സോപ്പ് ബേസിൻ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വയ്ക്കുവാണ്. അപ്പോൾ അത് ഡബിൾ ബോയിൽ ലിക്വിഡ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കണം. നമുക്കിപ്പോൾ മിൽക്ക് സോപ്പല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ മിൽക്ക് സോപ്പിന് വേണ്ടി നമുക്ക് അരച്ചെടുക്കണം. ഇപ്പോൾ കറ്റർവാഴ കുറച്ച് നമുക്ക് ഇതിലോട്ടിട്ട് അരയ്ക്കണം. എന്നിട്ട് ഇതിലേക്ക് ആൽമണ്ട്സ് ചേർക്കുന്നുണ്ട്. അതും എല്ലാം അരച്ചെടുക്കണം. ആൽമണ്ട്സ് ഇട്ടു. ഇതെല്ലാം ഇനി അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് പാലാണ്. പാല് ഒരു 3-4 ഇതെല്ലാം കൂടി നമുക്കിനി അരച്ചെടുക്കാം. ഇത് അലിഞ്ഞ് തുടങ്ങുന്നുണ്ട്. സോപ്പ് ബേസ് അലിഞ്ഞ് തുടങ്ങുന്നുണ്ട്. അലിഞ്ഞ് ഈ ഒരു ഫോമാവും. ഈ ഒരു ഫോമായി എല്ലാം അലിഞ്ഞ് വരണം. അതിൻ്റെ കംപ്ലീറ്റ് കട്ടയും അലിഞ്ഞ് വരണം. മെഴുക്ക് പോലുള്ള സാധനങ്ങൾ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിൽക്ക് സോപ്പിനുള്ള മിൽക്ക്, ആൽമണ്ട് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് ആഡ് ചെയ്യണം. ഇനി ഇതിൽ നമ്മുടേതായ 1-2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബോഡിക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1-2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എന്താണെന്ന് ഞാൻ സോപ്പ് ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ആ ഇൻഗ്രീഡിയൻസ് തികച്ചും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇനി നമുക്കിത് ഈ സോപ്പ് ബേസിലേക്ക് മിക്സ് ചെയ്യണം. ഇതാണ് മിൽക്ക് സോപ്പ്. മിൽക്ക് പ്ലസ് ആൽമണ്ട്, ഹണി. നിങ്ങൾ കണ്ടല്ലോ, എല്ലാ ഇൻഗ്രീഡിയൻസും കണ്ടു. പിന്നെ 1-2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട്. അതും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നാച്ചുറൽ തന്നെയാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് സോപ്പ് ബേസായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം.